അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം പൊളിറ്റിക്കൽ സയൻസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് കഴിഞ്ഞ 2 കൊല്ലങ്ങളിലായിട്ട് 24ലും 25ലും പൊളിറ്റിക്കൽ സയൻസ് സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 1 വേർഡ്സും അതിൻ്റെ ആൻസേഴ്സുമാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും കണ്ട് ഇതിൽ ചോദിച്ചിട്ടുള്ള 1 വേർഡ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് 2024 ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ തന്നെ ദ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഓക്കെ, കേരളത്തിൻ്റെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ. ഓക്കെ, ഇത് നമുക്ക് എനിക്ക് തോന്നുന്നില്ല ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. ജനറലായിട്ട് ചോദിച്ചൊരു ചോദ്യമാവാനാണ് ചാൻസ്. സോ EMS നമ്പൂതിരിപ്പാടാണ്, എല്ലാവർക്കും അറിയുന്നുള്ളൊരു കാര്യമാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ അമേരിക്കൻ പ്രസിഡന്റ് ഹു ഡിക്ലയർഡ് ന്യൂ വേൾഡ് ഓർഡർ. ന്യൂ വേൾഡ് ഓർഡർ ഡിക്ലയർ ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എന്താണ്? ജോർജ് W. ബുഷ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ജോർജ് W. ബുഷ് ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, ജോർജ് W. ബുഷ് ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഡേഷ് വാസ് ദ മിലിറ്ററി അലയൻസ് ഫോംഡ് ബൈ സോവിയറ്റ് യൂണിയൻ ഡ്യൂറിങ് കോൾഡ് വാർ. കോൾഡ് വാർ ടൈമിൽ സോവിയറ്റ് യൂണിയൻ ഫോം ചെയ്ത മിലിറ്ററി അലയൻസ് ഏതാണ്? വാർസാ പാക്റ്റ് ആണ്. ഓക്കെ, വാർസാ പാക്റ്റ് ആണ് സോവിയറ്റ് യൂണിയൻ ഫോം ചെയ്ത മിലിറ്ററി അലയൻസ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യം, വിച്ച് കോalition ഗവൺമെൻറ് ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് ദ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആരായിരുന്നു? നാഷണൽ ഫ്രണ്ട് ഗവൺമെൻറ് ആയിരുന്നു കേട്ടോ. നാഷണൽ ഫ്രണ്ട് ഗവൺമെൻറ് ആണ്. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഞാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. നാഷണൽ ഫ്രണ്ട് ഗവൺമെൻറ് ആണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഫൗണ്ടർ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആചാര്യ നരേന്ദ്രദേവ് ആയിരുന്നു. ഓക്കെ, ആചാര്യ നരേന്ദ്രദേവ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം, ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു അബോളിഷ്ഡ് പ്രിവി പേഴ്സ്. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്, ഓർത്ത് വയ്ക്കുക. ഏഴാമത്തെ ചോദ്യം, ഡേഷ് ഈസ് ദ പ്രസന്റ് സെക്രട്ടറി ജനറൽ ഓഫ് UNO ഹു ബിലോങ്സ് ടു ഡാഷ് നേഷൻ. ഓക്കെ, അതായത് എന്താണ് ഇപ്പോഴത്തെ UNOയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? 2 മാർക്കിൻ്റെ ചോദ്യമാണെന്നുള്ളത് ഓർത്ത് വെക്കണം. അപ്പോൾ ഇപ്പോഴത്തെ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻ്റോണിയോ ഗുട്ടറസ് ആണ്. ഓക്കെ, ആൻ്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ UNOയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അദ്ദേഹം പോർച്ചുഗൽക്കാരനാണ് കേട്ടോ, പോർച്ചുഗീസുകാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേഷൻ പോർച്ചുഗൽ ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. രണ്ടും അവിടെ എഴുതിയാൽ മാത്രമാണ് 2 മാർക്ക് അവിടെ കിട്ടുള്ളൂ. ഓക്കെ, ആൻ്റോണിയോ ഗുട്ടറസും പോർച്ചുഗൽക്കാരനുമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നോഷൻസ് ഓഫ് സെക്യൂരിറ്റി. ഒരു ചാർട്ടാണ് ഫില്ല് ചെയ്യാനുള്ളത്. സെക്യൂരിറ്റിയുടെ നോഷൻസ് ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുമല്ലോ. ഏതാണ്? ട്രഡീഷണൽ നോഷൻസും ഉണ്ട്, നോൺ ട്രഡീഷണൽ നോഷൻസും ഉണ്ട് അല്ലേ. അപ്പോൾ സെക്യൂരിറ്റിയുടെ നോഷൻസ് എന്ന് പറയുമ്പോൾ 2 തരത്തിലാണുള്ളത്. ട്രഡീഷണൽ, ഓക്കെ, ട്രഡീഷണൽ ആയിട്ടുള്ളതും ഉണ്ട്, പിന്നെന്താണ്? നോൺ ട്രഡീഷണൽ. ഓക്കെ, നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള നോഷൻസും വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാനായിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ നമ്മൾ ആ വർഷങ്ങൾ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതുക. ഞാൻ ആ ഒരു ഓർഡർ ഇപ്പം കറക്റ്റ് ആൻസർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് മാർക്ക് ചെയ്ത് തരാം. ആദ്യം വരുന്നത് ഈ ഒരു റഷ്യൻ റവല്യൂഷനാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, റഷ്യൻ റവല്യൂഷൻ. രണ്ടാമത് വരുന്നത് സോവിയറ്റ് ഇൻവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, സോവിയറ്റ് ഇൻവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാനാണ് സെക്കൻഡ് വരിക. ആൻഡ് മൂന്നാമത് വരുന്നത് ഫാൾ ഓഫ് ബെർലിൻ വാൾ. ബെർലിൻ വാളിൻ്റെ ഫോൾ അല്ലേ, ബെർലിൻ വാളിൻ്റെ തകർച്ച, അതാണ് വരുന്നത് മൂന്നാമതായിട്ട്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ ആണ് വരുന്നത്. ഓക്കെ, ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ആദ്യം റഷ്യൻ റവല്യൂഷൻ, പിന്നെ സോവിയറ്റ് ഇൻവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ, ഫാൾ ഓഫ് ബെർലിൻ വാൾ, പിന്നെ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. ഇത് ആക്ച്വലി ആ വർഷങ്ങൾ അറിഞ്ഞിരുന്നാലാണ് ഈ ഒരു ഓർഡറിൽ നമുക്ക് ആക്കി എഴുതാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ആ ഒരു ചാപ്റ്ററിലൊക്കെ ചില ടേബിൾസ് ആയിട്ടൊക്കെ ഈ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മീൻസ് വർഷങ്ങളും ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ടൈം ലൈൻ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്നാണ് ഈ ഒരു ചോദ്യമൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി ഓക്കെ, ഈ ഒരു ചോദ്യങ്ങളുടെ തന്നെ മലയാളം മീഡിയം കൂടി നമുക്ക് നോക്കാം. കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട് അല്ലേ, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇനി രണ്ടാമത്തെ ചോദ്യം, പുതിയ ലോകക്രമം എന്ന ആശയം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റിനെ തിരിച്ചറിയുക. ആരായിരുന്നു? യെസ്, നമ്മുടെ ജോർജ് W. ബുഷ് അല്ലേ. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ജോർജ് W. ബുഷ് ആണ്. മൂന്നാമത്തെ ചോദ്യം, ഡേഷ് ആയിരുന്നു ശീതസമര കാലത്ത് സോവിയറ്റ് യൂണിയൻ രൂപം കൊടുത്ത സൈനിക സഖ്യം. അപ്പോൾ സോവിയറ്റ് യൂണിയൻ കൊണ്ടുവന്ന സൈനിക സഖ്യത്തിൻ്റെ പേരാണ് ചോദിക്കുന്നത്. ഏതാണ്? വാർസാ പാക്റ്റ്, വാർസാ ഉടമ്പടിയാണ് കേട്ടോ, വാർസാ ഉടമ്പടി. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിൽ വരുത്താൻ തീരുമാനിച്ച
കൂട്ടുകക്ഷി ഗവൺമെൻറ് ഏതെന്നാണ് ചോദിക്കുന്നത്? ദേശീയ മുന്നണിയാണ് കേട്ടോ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത്. ദേശീയ മുന്നണിയാണ് ഈ ഒരു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇനി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനാരായിരുന്നു? ആചാര്യ നരേന്ദ്രദേവാണ്. ഓപ്ഷൻ സി ആണ്. ആചാര്യ നരേന്ദ്രദേവാണ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്ത വ്യക്തി. ഇനി ആറാമത്തെ ചോദ്യം, പ്രിവി പേഴ്സൺ നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് പ്രിവി പേഴ്സൺ നിർത്തലാക്കിയത്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഏഴാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ UN സെക്രട്ടറി ജനറൽ ഡേഷ് ആകുന്നു. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? അതായത് ഇപ്പോഴത്തെ UNയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ഒരു മിനിറ്റ്, ആൻ്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ. ആൻ്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ UNO സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ആൻ്റോണിയോ ഗുട്ടറസ് ആണ്. ഇനി ഈ ആൻ്റോണിയോ ഗുട്ടറസ് പോർച്ചുഗൽകാരനാണ്. ഓക്കെ, പോർച്ചുഗലാണ് അദ്ദേഹത്തിൻ്റെ നാഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻ്റോണിയോ ഗുട്ടറസ് പോർച്ചുഗൽ. 2 മാർക്കിൻ്റെതാണ്. ഇത് രണ്ടും അവിടെ എഴുതിയാലേ 2 മാർക്ക് കിട്ടുള്ളൂ. ഇനി ഒരു ചാർട്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. സുരക്ഷാ ധാരണകൾ ഏതൊക്കെയുണ്ട്? പരമ്പരാഗതമുണ്ട്, പിന്നെന്താണ് പാരമ്പര്യേതര, അല്ല അങ്ങനെയല്ലേ മലയാളം വേർഡ് കറക്റ്റായിട്ട് പറയാം. അത് ആ ചാപ്റ്റർ നോക്കുമ്പോൾ മനസ്സിലാവും. എന്താണ് 16ാമത്തെ പാഠമാണ്. സോ എന്താണ് സുരക്ഷാ ധാരണകൾ, ഏതൊക്കെ തരത്തിൽ സുരക്ഷാ ധാരണകൾ ഉണ്ടെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പരമ്പരാഗതമുണ്ട്, പാരമ്പര്യേതര സുരക്ഷാ ധാരണകളും ഉണ്ട്. ഓക്കെ, 9ാമത്തെ ചോദ്യം എന്താണ് കാലഗണനാ ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്ത് തരാം. 1 വരുന്നത് റഷ്യൻ വിപ്ലവമാണ്. ഓക്കെ, 1ാമത് റഷ്യൻ വിപ്ലവം വരുന്നു. അടുത്ത് വരുന്നത് ഏതാണ്? സോവിയറ്റ് യൂണിയൻ്റെ അഫ്ഗാൻ അധിനിവേശമാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, സോവിയറ്റ് യൂണിയൻ്റെ അഫ്ഗാൻ അധിനിവേശമാണ് 2ാമത് വരുന്നത്. 3ാമത് വരുന്നത് നമ്മുടെ ബെർലിൻ മതിലിൻ്റെ തകർച്ചയാണ് 3ാമതായിട്ട് വരിക. 4ാമത് വരുന്നത് ഏതാണെന്നറിയോ? സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണമാണ് 4ാമതായിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിക്കാണ് ആ ഒരു കാലഗണനാ ക്രമം വന്നിട്ടുള്ളത്. ഇത് ആ ചാപ്റ്ററിൽ ടൈം ലൈനായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബോക്സിൽ വർഷങ്ങളും ഇതുപോലത്തെ പ്രധാന സംഭവങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ 1-2 ടൈം ലൈൻസൊക്കെ ഉണ്ട് ആ ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ. അപ്പോൾ അതിനകത്തു നിന്നാണ് ഈ ഒരു കാലഗണനാ ക്രമം ചോദിച്ചിട്ടുള്ളത്. ഇതങ്ങനെ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഇതിലിപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് പഠിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് 2024 ചോദിച്ചാണല്ലോ. ഓക്കെ, അടുത്തിനി നോക്കിക്കൊള്ള 10ാമത്തെ ചോദ്യം, റൈറ്റ് ദ എക്സ്പാൻഷൻ. ഇതിൻ്റെ പൂർണ്ണരൂപം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് പറഞ്ഞുതരാം. 1 IAEA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. ഓക്കെ, എന്താണ്? ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആണ് IAEA എന്ന് പറയുന്നത് കേട്ടോ. ഇനി B എന്ന് പറയുമ്പോൾ WTO എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഏതാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. അപ്പോൾ 1 IAEA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. ഓക്കെ അല്ലേ? ഇനി മാച്ച് ദ ഫോളോവിങ് ആണ് 11ാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് മാച്ച് ചെയ്യാമല്ലോ. ഗ്ലോബൽ നോർത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് ആണ് വരുന്നത്. ഓക്കെ, ഗ്ലോബൽ നോർത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് ആണ് ഗ്ലോബൽ നോർത്തിൽ വരുന്നത്. ഓക്കെ, ഇനി ഗ്ലോബൽ സൗത്ത് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക? തേർഡ് വേൾഡ് കൺട്രീസ് ആണ് വരുന്നത്. തേർഡ് വേൾഡ് കൺട്രീസ്. ഓക്കെ, ഗ്ലോബൽ കോമൺസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് അന്റാർട്ടിക്ക, അല്ലേ? അതിനകത്ത് ഗ്ലോബൽ കോമൺസിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന സംഭവമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ഇനി ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ അത് ഗ്ലോബലൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നു, അല്ലേ? ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയുന്നു. ഗ്ലോബൽ നോർത്തിലാണ് ഫസ്റ്റ് വേൾഡ് കൺട്രീസ് വരുന്നത്. ഗ്ലോബൽ സൗത്തിൽ തേർഡ് വേൾഡ് കൺട്രീസ് വരുന്നു. ഗ്ലോബൽ കോമൺസിനകത്ത് അന്റാർട്ടിക്ക വരുന്നു. ഗ്ലോബൽ വില്ലേജ് ഗ്ലോബലൈസേഷൻ പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു. ക്ലിയർ അല്ലേ? ഇനി 12ാമത്തെ ചോദ്യമാണ് നെക്സ്റ്റ്. ഇവിടെ കുറച്ച് രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ സംഘടനയിൽ മീൻസ് ഏതൊക്കെ ഇതിൽ വരുന്നു എന്നുള്ളത് പറയാം. യൂറോപ്യൻ യൂണിയനിലാണോ, ആസിയാനിലാണോ, സാർക്കിലാണോ എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലായ്പ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു യൂറോപ്യൻ യൂണിയനിലും ആസിയാനിലും സാർക്കിലും ഒക്കെയുള്ള രാജ്യങ്ങൾ മെമ്പർ കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരുന്നാലേ ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് നോക്കാം. യൂറോപ്യൻ യൂണിയനിൽ ഇതിൽ വരുന്നത് ഏതൊക്കെയാണെന്നറിയോ? ഫ്രാൻസും അതുപോലെ തന്നെ ബെൽജിയം ആണ്. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് മാർക്ക് ചെയ്ത് തരാം. യൂറോപ്യൻ യൂണിയൻ ഏതൊക്കെയാണ്? ഫ്രാൻസും അതുപോലെ ബെൽജിയം. ഇത് രണ്ടുമാണ് യൂറോപ്യൻ യൂണിയനിൽ വരുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഫ്രാൻസും ബെൽജിയവും. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ആസിയാൻ. അപ്പോൾ ആസിയാനിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തായ്ലൻഡും അതുപോലെ ഇന്തോനേഷ്യയാണ് ആസിയാനിൽ വരുന്നത്. ഓക്കെ, ആസിയാനിൽ തായ്ലൻഡും ഇന്തോനേഷ്യയും വരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത 3ാമത്തതാണ് നമ്മുടെ സാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സാർക്കിൽ ഏതൊക്കെയായിരിക്കും വരിക? ശ്രീലങ്കയും അതുപോലെ തന്നെ ബംഗ്ലാദേശും.
ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടി നോക്കുക. യൂറോപ്യൻ യൂണിയനിൽ വരുന്നതാണ് ബെൽജിയവും ഫ്രാൻസും എന്ന് പറയുന്നത്. ആസിയാനിൽ തായ്ലൻഡും ഇന്തോനേഷ്യയും വരുന്നുണ്ട്. സാർക്കിൽ ഏത് വരികയാണ്? ശ്രീലങ്കയും ബംഗ്ലാദേശും വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മെമ്പർ കൺട്രീസൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഏത് വേണോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി 13ാമത്തെ ചോദ്യം, റൈറ്റ് ന്യൂ സോഴ്സസ് ഓഫ് സെക്യൂരിറ്റി ത്രെറ്റ്സ് ടു ഹ്യൂമാനിറ്റി. ഓക്കെ, അതായത് ഹ്യൂമാനിറ്റിയിലോട്ടുള്ള ന്യൂ സോഴ്സസ് ഓഫ് ത്രെറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് ആക്ച്വലി ഒരു എസ്സേ ടോപ്പിക്കായിട്ടും ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. എവിടെ ഇപ്പോൾ 2 മാർക്ക് 1 വേർഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏത് വേണോ എഴുതാം. ടെററിസം എഴുതാം, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എഴുതാം, മൈഗ്രേഷൻ എഴുതാം, ഗ്ലോബൽ പോവർട്ടി എഴുതാം, ഹെൽത്ത് എപ്പിഡമിക്സ് എഴുതാം. ഇതിൽ ഏത് വേണോ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതി വെച്ചാൽ മതിയാവും കേട്ടോ. അത് ആക്ച്വലി ഒരു എസ്സേ ലെവലിൽ പഠിക്കേണ്ട ടോപ്പിക്കാണ് ന്യൂ സോഴ്സസ് ഓഫ് സെക്യൂരിറ്റി ത്രെറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെററിസമോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനോ അല്ലെങ്കിൽ മൈഗ്രേഷനോ ഗ്ലോബൽ പോവർട്ടിയോ ഹെൽത്ത് എപ്പിഡമിക്സോ ഏത് വേണോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. 2 എണ്ണം എഴുതിയാൽ മതി, 2 മാർക്കിനാണ്. ഓക്കെ, ദെൻ ഇനി ഇതിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. പൂർണ്ണരൂപം എഴുതുക. 10ാമത്തെ ചോദ്യമാണ്. IAEA എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ഓക്കെ, IAEA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത B എന്ന് പറയുമ്പോൾ WTO ആണ്. അതെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുമല്ലോ. ഏതാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പോൾ IAEA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. WTO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. നെക്സ്റ്റ് മാച്ച് ദ ഫോളോവിങ് ആണ്. അപ്പം മാച്ച് ചെയ്ത് തരാം. ആഗോള വടക്കൻ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് ഏതാണ്? 1ാം ലോക രാജ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ആഗോള വടക്കൻ രാജ്യങ്ങളിലാണ് മീൻസ് 1ാം ലോക രാജ്യങ്ങൾ വരുന്നത്. ദെൻ ആഗോള തെക്കൻ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ അത് ഏതാണ്? 3ാം ലോക രാജ്യങ്ങളാണ് വരുന്നത്. ആഗോള പൊതു സ്വത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെട്ട് വരുന്നതാണ് അന്റാർട്ടിക്ക. ആഗോള ഗ്രാമം എന്ന് പറയുമ്പോൾ ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി, ആഗോള വടക്കൻ രാജ്യങ്ങൾ 1ാം ലോക രാജ്യങ്ങൾ, ആഗോള തെക്കൻ രാജ്യങ്ങൾ 3ാം ലോക രാജ്യങ്ങൾ, ആഗോള പൊതുസ്വത്ത് അന്റാർട്ടിക്ക അതിൽ വരുന്നുണ്ട്, ആഗോള ഗ്രാമം ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ക്ലിയർ അല്ലേ? ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കുറേ രാജ്യങ്ങളുടെ പേര് അവ ഏതിലൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് പറയാം. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ, ആസിയൻ, സാർക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ആൻസർ നോക്കാം. ആദ്യമേ തന്നെ യൂറോപ്യൻ യൂണിയനാണ് പറഞ്ഞിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയനകത്ത് വരുന്ന രാജ്യങ്ങളാണ് 1 ബെൽജിയം, അതുപോലെ തന്നെ 2 ഫ്രാൻസ്. ഓക്കെ, അപ്പോൾ ബെൽജിയവും ഫ്രാൻസും എവിടെ വരുന്നു? യൂറോപ്യൻ യൂണിയനകത്ത് വരുന്ന രാജ്യങ്ങളാണ്. ഇനി അടുത്ത ആസിയൻ റിലേറ്റഡ് ആയിട്ട് ആസിയനകത്ത് വരുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ. തായ്ലൻഡും അതുപോലെ തന്നെ നമ്മുടെ ഏതുമാണ്? ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, തായ്ലൻഡും ഇന്തോനേഷ്യയും ആസിയാനകത്ത് വരുന്ന രാജ്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ സാർക്ക് എന്ന് പറയുമ്പോൾ സാർക്കിനകത്ത് വരുന്നതാണ് ശ്രീലങ്കയും ബംഗ്ലാദേശും. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. യൂറോപ്യൻ യൂണിയനിൽ വരുന്നതാണ് ബെൽജിയവും ഫ്രാൻസും. ആസിയാനിൽ വരുന്നത് ആസിയാനിൽ വരുന്നത് തായ്ലൻഡും ഇന്തോനേഷ്യയാണ് വരുന്നത്. സാർക്കിൽ വരുന്നത് ശ്രീലങ്കയും ബംഗ്ലാദേശുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത്ര മാത്രമല്ല, ഈ ഓരോ സംഘടനയ്ക്കകത്തും വേറെയും കുറേ മെമ്പർ കൺട്രീസ് ഉണ്ട് അല്ലേ? അപ്പോൾ മീൻസ് അംഗരാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളുടെ ഒക്കെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു രീതിക്ക്. അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും പേര് പഠിച്ചു വെച്ചിരുന്നാൽ മാത്രമാണ്, കാരണം നമുക്ക് അവർ ഓപ്ഷൻസ് ഏത് കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ മാത്രമാണ് നമുക്കവിടെ എങ്ങനെ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 13ാമത്തെ ചോദ്യം, മാനവരാശി നേരിടുന്ന പുതിയ സുരക്ഷാ ഭീഷണികളിൽ 2 എണ്ണം എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പുതിയ സുരക്ഷാ ഭീഷണികൾ എന്ന് പറയുമ്പോൾ ഒരു എസ്സേ ടോപ്പിക്കാണ്. ഷോർട്ട് എസ്സേ ആയിട്ടോ എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിന് ഈ ഒരു 1 വേർഡിൻ്റെ സെക്ഷനിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 2 എന്താണ് പുതിയ സുരക്ഷാ ഭീഷണികൾ എഴുതിയാൽ മതിയാവും. കുടിയേറ്റം വേണമെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, പകർച്ചവ്യാധികൾ അത് വേണമെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ എന്താണ് ടെററിസം അത് എഴുതാം. ഏത് വേണോ നിങ്ങൾക്ക് എഴുതാം. പിന്നെ മനുഷ്യാവകാശ ലംഘനം വേണമെങ്കിൽ അതും എഴുതാം. ഓക്കെ, ഏതെങ്കിലും ഇഷ്ടമുള്ള 2 എണ്ണം അവിടെ എഴുതി വെച്ചാൽ മതിയാവും. 2 മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 2024 ചോദ്യപേപ്പറിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് 2025 അതായത് കഴിഞ്ഞ കൊല്ലത്തെ എക്സാം പേപ്പറിൽ മീൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് 1 വേർഡ്സിൻ്റെ സെക്ഷനിൽ നിന്നുള്ളത് നോക്കാം. സോ ഇതുകൂടി നോക്കിയിട്ട് നമുക്ക് വീഡിയോ പെട്ടെന്ന് വൈൻഡപ്പ് ആക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ 1ാമത്തെ ചോദ്യം, ദ പ്രസിഡന്റ് ഹു ഡിക്ലയർഡ് നാഷണൽ എമർജൻസി 1975. അപ്പോൾ 1975 ഈ നാഷണൽ എമർജൻസി വന്നല്ലോ, അത് ഡിക്ലയർ ചെയ്ത പ്രസിഡൻറ്റിൻ്റെ പേരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് കേട്ടോ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഇത് ഡിക്ലയർ ചെയ്തത്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് കൃത്യമായിട്ട് പഠിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 1 വേർഡ് തന്നെയാണ്. 2ാമത്തെ ചോദ്യം, എമംഗ് ദ
ഫോളോവിങ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് വിച്ച് ഓർഗനൈസേഷൻ ഈസ് മോർ മിലിറ്റൻറ്റ്. അപ്പോൾ ഈ താരം തന്നിട്ടുള്ള സോഷ്യൽ മൂവ്മെൻറ്റിൽ ഏതാണ് ഏറ്റവും കൂടുതൽ മിലിറ്റൻ്റ് ആയിട്ടുള്ളത്, മിലിറ്ററി ബേസ് ചെയ്ത് വരുന്നത് ഏതാണ് കൂടുതലായിട്ടും എന്നാണ് ചോദിക്കുന്നത്. ദളിത് പാന്തേഴ്സ് ആണ്. ഓക്കെ, ദളിത് പാന്തേഴ്സ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് സമ്മിറ്റ് ഓഫ് നാം വാസ് ഹെൽഡ് ഇൻ ഡാഷ്. നാമിൻ്റെ നമ്മുടെ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഈ ഒരു സമ്മിറ്റ് നടന്നത് എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ബെൽഗ്രേഡിലാണ്. ഓക്കെ, ബെൽഗ്രേഡിലാണ് നാമിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. എവിടെയാണ്? ബെൽഗ്രേഡിലാണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം, നെയിം ദ കറൻസി ഓഫ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ്റെ കറൻസിയാണ് ഏത്? യൂറോ എന്ന് പറയുന്നത് അല്ലേ. യൂറോ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ കറൻസിയാണ് യൂറോ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഹു ഈസ് ദ ആർക്കിടെക്ട് ഓഫ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ. സെക്കൻഡ് 5 ഇയർ പ്ലാൻ്റെ ആർക്കിടെക്റ്റ് ആരാണ്? യെസ്, PC മഹലനോബിസ് ആണ്. ഓക്കെ, PC മഹലനോബിസ് ആണ് സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ മീൻസ് അതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ചോദ്യം നമ്മുടെ മാച്ച് ദ ഫോളോവിങ് ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആൻസർ മാച്ച് ചെയ്യാം. ഓപ്പറേഷൻ ഫ്ലഡ് ആണ് ഒന്നാമത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വർഗീസ് കുര്യനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു. വർഗീസ് കുര്യൻ ആരാണ്? മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ ഫ്ലഡ് എന്താണ്? നമ്മുടെ വൈറ്റ് റവല്യൂഷനാണ് അല്ലേ, ധവള വിപ്ലവമാണ്. ഓക്കെ, സോ ഓപ്പറേഷൻ ഫ്ലഡ് വർഗീസ് കുര്യൻ റിലേറ്റ് ചെയ്ത് വരുന്നു. വർഗീസ് കുര്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ടോട്ടൽ റവല്യൂഷൻ. ഇപ്പോൾ ടോട്ടൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? ജയപ്രകാശ് നാരായൺ അല്ലേ. ടോട്ടൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് എപ്പോഴും വൺ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ടോട്ടൽ റവല്യൂഷൻ എന്ന് പറയുന്നൊരു ആശയം കൊണ്ടുവന്നത് ജയപ്രകാശ് നാരായണാണ്. ഈ ജയപ്രകാശ് നാരായൺ എന്ന് പറയുമ്പോൾ അദ്ദേഹം ബീഹാർ മൂവ്മെൻറ്റിൽ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു വ്യക്തി കൂടിയാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ റവല്യൂഷൻ ജയപ്രകാശ് നാരായൺ ബീഹാർ മൂവ്മെൻ്റ് ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത മൂന്നാമത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ് നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അപ്പോൾ ഇത് ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഡിക്ലെയർ ചെയ്തത് അല്ലേ. സോ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ദിരാഗാന്ധി വരുന്നു. ദെൻ ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ ഏതുമായിട്ട് വരുന്നു? യെസ്, പഞ്ചാബ് അല്ലേ. കാരണം ഈ ഒരു പഞ്ചാബിലാണ് ഈ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി അല്ലേ. സോ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ദിരാഗാന്ധി, പഞ്ചാബ് വരുന്നു. ഇനി ലാസ്റ്റ് വൺ ഏതായിരുന്നു? നോൺ കോൺഗ്രസിസം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് റാം മനോഹർ ലോഹ്യ. അതും എല്ലായ്പ്പോഴും വൺ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോൺ കോൺഗ്രസിസം ആരാണ്? റാം മനോഹർ ലോഹ്യ കൊണ്ടുവന്നതാണ്. അദ്ദേഹം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ വരുന്ന ഒരു നേതാവാണ് അല്ലേ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലീഡറാണ് റാം മനോഹർ ലോഹ്യ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ മാച്ച് ദ ഫോളോവിങ്ങിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം, വിച്ച് നാഷൻ ഈസ് സെൻട്രലി located and shares border with most of the South Asian countries. അപ്പോൾ ഏകദേശം കുറേ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുകയൊക്കെ ചെയ്യുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഉത്തരം? നമ്മുടെ ഇന്ത്യ തന്നെയാണ് അല്ലേ. ഇന്ത്യ തന്നെയാണ്. ആ ഒരു സൗത്ത് ഏഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ പഠിച്ചവർക്ക് നന്നായിട്ട് അത് അറിയുന്നുണ്ടായിരിക്കും. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ദ പ്രിൻസിപ്പിൾസ് ഓഫ് പഞ്ചശീൽ വെയർ സൈൻഡ് ബൈ ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഡാഷ് ദ ചൈനീസ് പ്രൈം മിനിസ്റ്റർ ഡാഷ് ഓൺ 29th April 1954. ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം. നോക്കൂ, ജവഹർലാൽ നെഹ്റു ചൗവൻ ലേയോ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് പഞ്ചശീല തത്വങ്ങൾ ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇവിടെ നമ്മൾ ജവഹർലാൽ നെഹ്റു എന്ന് എഴുതണം. ഓക്കെ, ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ചൈനീസ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആരാണ്? ചൗവൻ ലൈ. ഓക്കെ, അപ്പോൾ എവിടെ നമ്മൾ ചൗവൻ ലൈ എന്നുള്ളത് എഴുതുക കേട്ടോ. സോ ചൗവൻ ലൈ. അപ്പോൾ April 29, 1954 പഞ്ചശീല പ്രിൻസിപ്പിൾസ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവും അതുപോലെ ചൈനീസ് പ്രൈം മിനിസ്റ്റർ ചൗവൻ ലൈയും ചേർന്നിട്ട് ഒപ്പുവെച്ചത്. ഓക്കെ, അവിടെ 2 പേരുകൾ എഴുതിയാലാണ് അവിടെ നമുക്ക് 2 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് വേഗം ഇംഗ്ലീഷ് മീഡിയം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് മലയാളം മീഡിയത്തിലോട്ട് പോവാം അല്ലേ. ഇനി 9ാമത്തെ ചോദ്യം എക്സ്പാൻഡ് ചെയ്ത് എഴുതാനാണെങ്കിൽ ആദ്യം UNFCCC ആണ്. ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എല്ലാവരും പഠിക്കുക. ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ. UNFCCC എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ഒന്നുകൂടി, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് UNFCCC എന്ന് പറയുന്നത്. ഓക്കെ, സോ UNFCCC എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ CTBT ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി. ഓക്കെ, കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ആണ് ഏത്? CTBT എന്ന് നമ്മൾ പറയുന്നത്. കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി. ഓക്കെ അല്ലേ. ഇനി സിയും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NPT എന്താ? ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയാണ് എന്താ NPT എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, UNFCCC എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ്
ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇനി CTBT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ആണ്. ഇനി NPT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി 10ാമത്തെ ചോദ്യം എന്താണ്, UNOയുടെ ഓർഗൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പമുള്ളൊരു ചോദ്യമാണ് അല്ലേ? 6 പ്രിൻസിപ്പൽ ഓർഗൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ എത്ര മാർക്കിനാണത്? 3 മാർക്കിനാണ്. 3 മാർക്ക് സുഖമായിട്ട് കിട്ടും അല്ലേ? സോ ആദ്യം ജനറൽ അസംബ്ലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സെക്യൂരിറ്റി കൗൺസിൽ വരുന്നു, പിന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഉണ്ട്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉണ്ട്, അടുത്ത ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വരുന്നു, അവസാനം സെക്രട്ടേറിയറ്റും വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വരിക? സെക്യൂരിറ്റി കൗൺസിൽ, ഇവിടെ സെക്യൂരിറ്റി കൗൺസിൽ വരുന്നുണ്ട്, പിന്നെന്താണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റും വരുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി 11ാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോവിങ് ആണ്. ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് പറയുന്നത് ആരാണ്? യെസ്, നമ്മുടെ സ്വന്തം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അല്ലേ? ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത്, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് INA എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസ് ഫോം ചെയ്തതാണല്ലേ, ഇൻ്റർനാഷണൽ ആർമി അല്ലേ? സുഭാഷ് ചന്ദ്ര ബോസ് ആയിരുന്നു INA ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അർബൻ ബയസിൽ വരുന്നതാണ് ഏത്? 3rd 5 year പ്ലാൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, 3rd 5 year പ്ലാൻ അർബൻ ബയസിൽ വരുന്നതാണ്. ഇനി അജണ്ട 21 എന്ന് പറയുമ്പോൾ റയോ സമ്മിറ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഫ്രോണ്ടിയർ ഗാന്ധി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, INA സുഭാഷ് ചന്ദ്ര ബോസ്, പിന്നെന്താണ് അർബൻ ബയസിൽ 3rd 5 year പ്ലാൻ വരുന്നു. അജണ്ട 21 എന്ന് പറയുമ്പോൾ റയോ സമ്മിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മലയാളം മീഡിയം കൂടി നോക്കിയിട്ട് ഈ ഒരു വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ആക്കാം കേട്ടോ. നോക്കൂ, 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇനി താഴെ കാണിച്ചതിൽ തീവ്ര സ്വഭാവമുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? തീവ്ര സ്വഭാവമുള്ള ഏതാണ്? ദളിത് പാന്തേഴ്സിനാണ് കേട്ടോ, ദളിത് പാന്തേഴ്സ്. ഇനി എവിടെ വെച്ചാണ് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ഉച്ചകോടി നടന്നത്? എവിടെയായിരുന്നു? ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് കേട്ടോ. ഏതാണ് സ്ഥലം? ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ഉച്ചകോടി നടന്നത്, ബെൽഗ്രേഡ്. ഓക്കെ, 4ാമത്തെ ചോദ്യം, യൂറോപ്യൻ യൂണിയൻ്റെ നാണയത്തിൻ്റെ പേര് ഏതാണ്? യൂറോ ആണ്. ഓക്കെ, യൂറോയാണ് യൂറോപ്യൻ യൂണിയൻ്റെ നാണയത്തിൻ്റെ പേര്, യൂറോ. ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ, 2ാം പഞ്ചവത്സര പദ്ധതിക്ക് രൂപം കൊടുത്തത് ആരായിരുന്നു? PC മഹലനോബിസ് ആയിരുന്നു. ഓക്കെ, ആളുടെ പേരാണത്. PC മഹലനോബിസ് ആണ് 2ാം പഞ്ചവത്സര പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ അടുത്ത 6ാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോവിങ് ആണ്. കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. നമുക്ക് മാച്ച് ചെയ്യാം. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? വർഗീസ് കുര്യനുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. വർഗീസ് കുര്യൻ എന്ന് പറയുമ്പോൾ ആരെന്നാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പാൽക്കാരൻ അല്ലേ? ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നു. ഈ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തുവാണ്? ധവള വിപ്ലവമാണ് കേട്ടോ. ഇനി സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ആരായിരുന്നു? സമ്പൂർണ്ണ വിപ്ലവം ജയപ്രകാശ് നാരായണായിരുന്നു സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്. ഈ ജയപ്രകാശ് നാരായൺ ബീഹാർ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തിയാണ് അല്ലേ? അപ്പോൾ സമ്പൂർണ്ണ വിപ്ലവം ജയപ്രകാശ് നാരായൺ, ബീഹാർ പ്രസ്ഥാനം എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇനി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന സംഭവമാണ്. അതെവിടെയായിരുന്നു? പഞ്ചാബിലാണ് ആ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇന്ദിരാഗാന്ധി, പഞ്ചാബ്. ഇനി കോൺഗ്രസ് ഇതരത്വം, അത് റാം മനോഹർ ലോഹിയാണ് ആ ഒരു ആശയം. ഞാൻ വേറെ കളർ എടുത്തോട്ടെ. ഓക്കെ, കോൺഗ്രസ് ഇതരത്വം റാം മനോഹർ ലോഹിയാണ് അത്തരത്തിലുള്ള ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇനി റാം മനോഹർ ലോഹ്യ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലീഡറാണ് റാം മനോഹർ ലോഹ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺഗ്രസ് ഇതരത്വം റാം മനോഹർ ലോഹ്യ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഓക്കെ അല്ലേ? ഇനി 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും കൂടുതൽ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതുമായ രാജ്യം ഏതാണ്? യെസ്, നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെയാണ് കേട്ടോ. ഇന്ത്യയാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ 8ാമത്തെ ചോദ്യം, 1954 ഏപ്രിൽ 29 ഇന്ത്യൻ പ്രധാനമന്ത്രി ഡേഷും ചൈനീസ് പ്രധാനമന്ത്രി ഡേഷും പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് എന്ത് തന്നെയാണ്? പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നമ്മുടെ ജവഹർലാൽ നെഹ്റുവും ഓക്കെ, അതുപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻലായും ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. അപ്പോൾ 2 മാർക്കിനാണത്. 2 പേരും എഴുതിയാലേ അവിടെ 2 മാർക്ക് കിട്ടുള്ളൂ. ഒരു പേരാണ് എഴുതുന്നുണ്ടെങ്കിൽ 1 മാർക്ക് അവിടെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കി, 1954 ഏപ്രിൽ 29 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻലായും പഞ്ചശീല തത്വങ്ങളിൽ
മീൻസ് ഒപ്പുവെക്കുന്നത്. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. പൂർണ്ണരൂപം എഴുതാനാണ് UNFCCC എന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ചോദിച്ചിട്ടുള്ളതാണ് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതാണ് UNFCCC എന്ന് പറയുന്നത് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ഇനി CTBT എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ആണ്. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. CTBT കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റിയാണ് വരുന്നത്. ഇനി സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ NPT അല്ലേ. NPTയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. ഇത് എന്താ പറയുക, ഞാനിപ്പോൾ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് തരാം കേട്ടോ. മീൻസ് ഈ 3 സംഭവങ്ങളുടെ എക്സ്പാൻഷൻ ഉണ്ടല്ലോ. പക്ഷേ ഞാനിപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം. UNFCCC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. CTBT എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റിയാണ്. ഇനി നമ്മുടെ NPT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയാണ്. ഓക്കെ അല്ലേ. ഇനി 10ാമത്തെ ചോദ്യം, വിട്ട ഭാഗം പൂർത്തീകരിക്കുക. UNOയുടെ ഘടകങ്ങളാണ് ചോദിക്കുന്നത് ഇവിടെ. സോ പൊതുസഭ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഏതാണ് വരിക? സെക്യൂരിറ്റി കൗൺസിൽ വരും. സാമൂഹ്യ സാമ്പത്തിക സമിതിയും ട്രസ്റ്റിഷിപ്പ് കൗൺസിലും തന്നിട്ടുണ്ട്. അടുത്ത ഏത് വരും? ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വരും. അടുത്ത് അവസാനം സെക്രട്ടേറിയറ്റും വരും. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഏതൊക്കെയാണ്? സെക്യൂരിറ്റി കൗൺസിൽ വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റും വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ചോദ്യമാണ് 11ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു മാച്ച് ദ ഫോളോവിംഗ് ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് അല്ലേ. INA എന്ന് പറയുന്ന ആ ഒരു സംഘടന രൂപീകരിച്ച ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് അല്ലേ. ഇന്ത്യൻ നാഷണൽ ആർമി. ഓക്കെ, INA എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു രൂപീകരിച്ചത്. നഗര ചായ്വുള്ളത് 3ാം പഞ്ചവത്സര പദ്ധതിക്കാണ് നഗര ചായ്വുള്ളത്. ഓക്കെ, അജണ്ട 21 എന്ന് പറയുമ്പോൾ റിയോ ഉച്ചകോടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ ഒന്നുകൂടി, അതിർത്തി ഗാന്ധി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, INA, സുഭാഷ് ചന്ദ്രബോസ്, നഗര ചായ്വുള്ളത് 3ാം പഞ്ചവത്സര പദ്ധതിക്കാണ്. ഇനി അജണ്ട 21 റിയോ ഉച്ചകോടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു എന്ന് തോന്നുന്നു. മീൻസ് വീഡിയോയുടെ ലെന്ത് കൂടി പോകുന്നതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാനത് റിപ്ലൈ തരുന്നുണ്ടായിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ വേറെയും വിഷയങ്ങളുടെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോം പേജ് ഒന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള essay ചോദ്യങ്ങൾ 8 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള essay ചോദ്യങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ദെൻ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തും പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുള്ള ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് തരാനൊന്ന് മറന്നു പോരുത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരാം. അത്രയേ ഉള്ളൂ. താങ്ക് യു.